അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1496 സൂറത്തുൽ ഇസ്റാ 35-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഔഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം. ذلك خير وأحسن تأويلا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وأوفوا الكيل إذا كلتم. നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കുക. വസിനൂബിൽ ഖിസ്താസിൽ മുസ്തഖീം. ശരിയായ തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കുകയും ചെയ്യുക. ദാലിക ഖൈറുൻ. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. വഅഹ്സനു തഅവീല. ഏറ്റവും നല്ല മടക്കവും അതാണ്. അഥവാ പരലോകത്ത് നമ്മൾ വിഷമിക്കാതിരിക്കാൻ ഏറ്റവും നന്നാവുക അങ്ങനെ ചെയ്യുന്നതാണ്. നല്ല പ്രതിഫലം നേടാനും ആ ഒരു രീതിയാണ് ശരിയായത്. അളന്നു കൊടുക്കുമ്പോൾ നാം അളവ് പൂർത്തിയാക്കി കൊടുക്കുക. തൂക്കിക്കൊടുക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് അത് ശരിയായ തുലാസാക്കുക. നമ്മൾ തൂക്കിക്കൊടുക്കുന്ന സമയത്ത് തുലാസ് എന്ന് പറഞ്ഞ വാസ്തവത്തിൽ രണ്ടു സൈഡും ഒരേ രൂപത്തിൽ കൃത്യമായി നിർത്താൻ ആവശ്യമായ ഒരു സംവിധാനമല്ലേ. അപ്പൊ അതിനു പകരം തന്റെ തുലാസിൽ ആളുകൾക്ക് സാധനങ്ങൾ അളന്നു കൊടുക്കുന്ന ഭാഗത്ത് നേരത്തെ തന്നെ കുറച്ച് വെയിറ്റ് കൂട്ടിവെച്ചിട്ട് അത് അളവിൽ കൃത്രിമം കാണിക്കുന്ന രീതി സ്വീകരിക്കരുത് എന്നർത്ഥം. ശരിയായ തുലാസ് കൊണ്ട് തൂക്കിക്കൊടുക്കണം. അളന്നു കൊടുക്കുക, തൂക്കിക്കൊടുക്കുക. ഈ രണ്ടു സന്ദർഭത്തിലും ആളുകൾ സ്വീകരിക്കേണ്ട ഒരു ശരിയായ നിലപാടാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നിരന്തരം നടപ്പാക്കേണ്ട പ്രധാനപ്പെട്ട ചില ഉത്ബോധനങ്ങളും ഉപദേശങ്ങളുമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിത്യജീവിതത്തിൽ ആളുകൾ പലപ്പോഴും ചിലർ കച്ചവടം നടത്തുന്നവർ, മറ്റു ചിലർ സാധനങ്ങൾ വാങ്ങുന്നവർ, ഇങ്ങനെ ഈ ഇടപാടുകളും ജീവിത വ്യവഹാരങ്ങളുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് ഉപഭോക്താവിനെ വഞ്ചിക്കുക എന്ന ശൈലിയും രീതിയും ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂക്തത്തിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അളന്നു കൊടുക്കുമ്പോഴും അളന്നെടുക്കുമ്പോഴും രണ്ടുമുണ്ട് ഈ സംഭവത്തിൽ. ചിലർ അളന്നു കൊടുക്കുമ്പോൾ കുറവ് വരുത്തും, അളന്നെടുക്കുമ്പോൾ പൂർണ്ണമായി എടുക്കും. തൂക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ കുറവ് വരുത്താനും കൃത്രിമത്വങ്ങൾ കാണിക്കാനും ശ്രമിക്കും. ഇങ്ങോട്ടെടുക്കുമ്പോൾ പൂർത്തിയാക്കിയെടുക്കും. ഈ രണ്ടു രീതിയും ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമം. തൂക്കിക്കൊടുക്കുമ്പോൾ പൂർത്തിയാക്കി കൊടുക്കുക. ശരിയായ തുലാസ് കൊണ്ട് ചതിയില്ലാത്ത തൂക്കം തൂക്കിക്കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ദാലിക ഖൈറുൽ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഫി മആശിക്കും വ മആദിക്കും, നിങ്ങളുടെ ബാഹ്യ ജീവിതത്തിലും ഇനി പാരത്രിക ജീവിതത്തിലും നിങ്ങൾക്ക് ഗുണം അതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വഅഹ്സനു തഅവീല എന്ന്. ഐ മആലൻ, ഭാവിയിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. പറഞ്ഞാൽ പരലോകത്ത് നിങ്ങൾ വരുമ്പോ അളത്തത്തിലും തൂക്കത്തിലും ചതി കാണിച്ചതിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദുരന്തത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാനുള്ള ശരിയായൊരു വഴിയാണത് എന്ന് ചുരുക്കം. നിങ്ങൾ നോക്കൂ, ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീലൻ ഐ ഖൈറുൻ സവാബൻ വആഖിബതൻ, നല്ല പ്രതിഫലവും അതേപോലെ തന്നെ നല്ല പര്യവസാനവും നിങ്ങൾക്ക് ലഭിക്കാൻ നല്ലത് ആ റൂട്ടാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാന യഖൂൽ, മഹാനവർകൾ പറയാറുണ്ടായിരുന്നു, യാ മഅശറൽ മവാലി ഇന്നക്കും വല്ലൈതും അംറൈൻ ബിഹിമാ ഹലക്കന്നാസു ഖബ്ലക്കും ഹാദൽ മിക്യാൽ വഹാദൽ മീസാൻ.
ബഹുമാനപ്പെട്ടവർ കാര്യങ്ങൾ നടത്തുന്ന ആളുകളെ വിളിച്ചിട്ട് പറയാറുണ്ടോ, സമൂഹമേ, നിങ്ങളുടെ മുമ്പുള്ള പലരും നാശത്തിൻ്റെതായിട്ടുള്ള അപകടത്തിലേക്ക് ചെന്നു ചാടിയത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഏതാണ് ആ 2 കാരണം? ഹാദൽ മിക്യാലു ഹാദൽ മീസാൻ, ഈ തുലാസും അതേപോലെ തന്നെ ഈ അളവ് പാത്രവും, ഇതുകൊണ്ടാണ് മുമ്പ് പലരും നശിച്ചു പോയിട്ടുള്ളത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ദക്കറലന അന്ന നബിയല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും. എന്താണ്? ലാ യഖ്ദുറു റജുലുൻ അലാ ഹറാമിൻ സുമ്മ യദഉഹു ലൈസ ബിഹി ഇല്ലാ മഖാഫത്തല്ലാഹ്. ഒരു മനുഷ്യൻ ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ അവന് കഴിവുണ്ടാവുക. അപ്പൊ ഇവിടുത്തെ നമ്മുടെ വിഷയത്തിൽ ഇത് പറയാം, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാനും ആളുകളെ നൈസായി വഞ്ചിക്കാനും അവസരങ്ങളുണ്ട് അവന്. വേണമെങ്കിൽ ജനങ്ങൾ അറിയാതെ തന്നെ ഈ കലാപരിപാടി നടത്താം. പക്ഷെ എന്നിട്ടും അവനെന്ത് ചെയ്യുന്നു? ആ കഴിവ് അവനുണ്ടായിട്ടും സുമ്മ യദഉഹു, ആ ഹറാമായ നിലക്കുള്ള സമ്പാദ്യം അവൻ ഒഴിവാക്കുന്നു, വേണ്ടെന്ന് വെക്കുന്നു. ആ വേണ്ടെന്ന് വെക്കാനുള്ള പ്രേരകം എന്താണ്? ലൈസ ബിഹി ഇല്ലാ മഖാഫത്തല്ലാഹ്. എന്തുകൊണ്ടാണ് അവനത് ഒഴിവാക്കുന്നത്? പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം. അള്ളാഹു കാണുമല്ലോ, അള്ളാഹു എന്റെ ഈ പ്രവർത്തനം നിരീക്ഷിക്കുന്നുണ്ടല്ലോ, അവന്റെ കോടതിയിലെത്തുമ്പോൾ ഞാൻ കുടുങ്ങുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട്. അല്ലാതെ ആളുകൾ കണ്ടുപോകുമെന്ന് പേടിച്ചിട്ടോ മറ്റോ അല്ല, അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹറാമായ നിലക്ക് ധനം സമ്പാദിക്കാനുള്ളൊരു വഴി ഒരാളുടെ മുന്നിലുണ്ടായിട്ട്, ധനം സമ്പാദിക്കൽ മാത്രമല്ല, ഏതൊരു ഹറാമ് ചെയ്യാൻ നമുക്ക് അവസരം കിട്ടിയാലും ആ ഹറാമ് ചെയ്യാൻ അവസരം കിട്ടിയിട്ട് നമ്മളത് ചെയ്യാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് മാറി നിന്നാൽ ഇല്ലാ അബ്ദലഹുല്ലാഹു ഫീ ആജിലിദ് ദുനിയാ ഖബ്ലൽ ആഖിറതി മാ ഹുവ ഖൈറുൽ ലഹു മിൻ ദാലിക. പരലോകത്തെത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ നിന്നു തന്നെ അല്ലാഹു തആല ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടത് അവന് പകരം നൽകാതിരിക്കില്ല എന്ന്. നോക്കൂ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ട് ചില്ലറ നാണയത്തുട്ടുകൾ സമ്പാദിക്കാൻ ഒരു പക്ഷേ നമുക്ക് അവസരമുണ്ടായേക്കാം. എന്നാൽ അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിലെ സൗഭാഗ്യത്തിന്റെ വഴികൾ അല്ലാഹു തആല വേറെ അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കും. അതേസമയത്ത് നമ്മൾ ആക്രാന്തം മൂത്ത് എങ്ങനെയും പണമുണ്ടാക്കണം എന്ന ചിന്തയിലേക്ക് ദുഷിച്ചു പോകുന്ന സാഹചര്യമുണ്ടായാൽ ഒരു പക്ഷേ അതിൽ നമുക്ക് വിജയിക്കാനായാൽ പോലും ഈ ദുനിയാവിൽ നിന്ന് തന്നെ മറ്റു കടുത്ത നഷ്ടങ്ങൾ കൊണ്ട്, തിരിച്ചടികൾ കൊണ്ട് അല്ലാഹു തആല നമ്മളെ പരീക്ഷിച്ചെന്നിരിക്കും. ഇനി പരീക്ഷണങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല. ഈ കള്ളത്തരം കാണിക്കാൻ നിരന്തരം അവൻ അവസരം ഉണ്ടായി. ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ അവൻ ആരാലും പിടിക്കപ്പെടാതെ ജീവിതകാലം മുഴുവനും ഇவ்விதം മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന സമീപനം സ്വീകരിച്ചു മുന്നോട്ട് പോയി. അതിലൊക്കെ വിജയിച്ചു എന്ന് വെക്കുക. അങ്ങനെ വിജയിച്ചാൽ പരലോകത്ത് ഇതിനു മുഴുവനും അവൻ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയണ്ടേ? ആരുടെയൊക്കെ ഹക്കാണോ അവകാശങ്ങളാണോ അനധികൃതമായി താൻ തന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ ആ ആളുകൾക്കെല്ലാം അതിനനുസരിച്ചുള്ളത് പകരം കൊടുക്കണ്ടേ? അത് കൊടുക്കാതെ ആഖിറത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? സാധിക്കില്ല എന്നല്ലേ ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സൂറത്തുൽ മുത്തഫിഫീൻ എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൈലുൽ ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യظുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. കണ്ടോ? വൈലുൽ ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് മഹാനാശം. ആരാണ് ഈ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ? അല്ലദീന ഇദഖ്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളോട് അളന്ന് വാങ്ങുന്നതായാൽ അവരളവ് പൂർത്തിയാക്കിയെടുക്കും. ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കുറയില്ല, ശരിയായ അളവിൽ എടുക്കും. അതേസമയത്ത് വൈദാ കാലൂഹും, ജനങ്ങൾക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയാണെങ്കിൽ, ഔ വസനൂഹും, അല്ലെങ്കിൽ അവർക്ക് തൂക്കിക്കൊടുക്കുകയാണെങ്കിൽ യുഖ്സിറൂൻ,
അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തും, കുറവ് വരുത്തും. അങ്ങോട്ട് തൂക്കിക്കൊടുക്കുമ്പോൾ പഞ്ചസാര 1 കിലോ തൂക്കുകയാണ്, പഞ്ചസാര ഒറ്റ ഇടല് അതിലേക്ക്. അപ്പൊ 250 ഗ്രാം എന്ത് ചെയ്തു? ആ ഇടലിന്റെ ശക്തിയോട് കനം കൂടി. അപ്പൊ തന്നെ എടുത്ത് പൊതിഞ്ഞും കൊടുത്തു, അല്ലെങ്കിൽ സഞ്ചിയിലേക്ക് ഇട്ടുകൊടുത്തു. എന്തൊരു തിരക്കാണ് അല്ലേ? ആ തിരക്കിൽ ഇട്ടുകൊടുത്തപ്പോ അവൻ വളരെ നൈസായിട്ട് ഈ സാധുവിന് കിട്ടേണ്ട പഞ്ചസാരയിൽ നിന്ന്, ഉദാഹരണം പഞ്ചസാര പറഞ്ഞത്, ഏതൊരു സാധനം അളന്നു കൊടുക്കുമ്പോഴും ആ അളന്നു കൊടുക്കുമ്പോൾ കൃത്രിമത്വം കാണിച്ചുകൊണ്ട് ചിലര് തുലാസിന്റെ 2 തട്ടിൽ നിന്ന് ഒരു തട്ട് ആ സാധനങ്ങൾ ഇടാനുള്ള തട്ടിന് നേരത്തെ തന്നെ കുറച്ച് വെയിറ്റ് കൂട്ടി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിന് എന്ത് ചെയ്യും? സാധനം ഇടുമ്പോ എന്താവും? ഒരു 150 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ അവിടെ ആ കൃത്രിമം കാണിച്ച് അധികം വെക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ 1 കിലോ സാധനം തൂക്കിയാൽ 900 ഗ്രാമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു 10 ആൾക്ക് തൂക്കിക്കൊടുക്കുമ്പോൾ 1 കിലോ അദ്ദേഹത്തിന് ലാഭിക്കാൻ സാധിക്കും. ഇவ்விധത്തിൽ അളന്നെടുക്കുമ്പോഴും തൂക്കി എടുക്കുമ്പോഴും പൂർണ്ണമാക്കിയെടുക്കുകയും ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ കൃത്രിമത്വം കാണിക്കുകയും ചെയ്യുന്ന, കുറവ് വരുത്തുകയും ചെയ്യുന്ന ആളുകൾക്കാണ് മഹാനാശം എന്ന് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്ന ഈ ഒരൊറ്റ ആശയം മാത്രം നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും സ്വാധീനം ചെലുത്തിയാൽ ഈ ദുസ്വഭാവത്തിന്റെ പിന്നാലെ നമ്മൾ പോവില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്താണ് അള്ളാഹു പറയണത്? അലാ യളുന്നു ഉലൈക, ഇക്കൂട്ടർ, അതായത് ഇങ്ങനെ അളവിലും തൂക്കത്തിലുമൊക്കെ കുറവ് വരുത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന കൂട്ടർ, അവര് വിചാരിക്കുന്നില്ലയോ അന്നഹും മബ്ഊസൂൻ, നിശ്ചയം അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ലിയൗമിൻ അദീം, മഹത്തായ ഒരു ദിവസത്തിലേക്ക് ആളുകൾ മുഴുവനും എഴുന്നേൽപ്പിക്കപ്പെടും. അവര് മുഴുവനും വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടും. എന്തിനാണ്? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അതായത് ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങളെല്ലാം എഴുന്നേറ്റ് വരുന്ന ദിവസം. അന്ന് അവരും വരേണ്ടി വരും എന്ന ചിന്ത ഇവർക്കില്ലയോ? ഉണ്ടോ? അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഇനി അവൻ കാണിച്ച കൃത്രിമങ്ങളെല്ലാം വർക്കൗട്ടായി, അതെല്ലാം അവൻ വിജയിപ്പിച്ചു കൊണ്ടുപോയി. ആരുടെ കണ്ണിലും പിടിക്കപ്പെട്ടില്ല. കള്ളത്തരം മരണം വരെ തുടർന്നു. ആ മരണം വരെ അത് തുടർന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ രക്ഷപ്പെട്ടു എന്നാണോ ധരിക്കുന്നത്? അവിടെയാണ് അലാ യളുന്നു ഉലൈക, അക്കൂട്ടർ വിചാരിക്കുന്നില്ലയോ അന്നഹും മബ്ഊസൂന ലിയൗമിൻ അദീം, ഒരു മഹത്തായ ദിനത്തിൽ വിചാരണയ്ക്ക് വേണ്ടി നാഥന്റെ കോടതിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും, ഹാജരാക്കപ്പെടും എന്ന കാര്യം. ആ ഒരൊറ്റ ചിന്ത മതി വാസ്തവത്തിൽ ഏത് തെറ്റിൽ നിന്നും മനുഷ്യനെ നന്മയുടെ ഭാഗത്തേക്ക് കുടിച്ചു കൊണ്ടുവരാൻ. എന്നാൽ ഈ ഒരു ചിന്തയില്ലെങ്കിലോ ഏത് വിധേനയും അരുതായ്മകളുടേതായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കാൻ മനുഷ്യൻ പരിശ്രമിക്കുകയും ചെയ്യും എന്ന് ചുരുക്കം. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക എന്ന ദുസ്വഭാവം പല നാടുകളിലും പല സമൂഹങ്ങളിലും നിലനിന്നിട്ടുണ്ട്. അത്തരം ദുസ്വഭാവങ്ങൾ തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ജനങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി കടന്നുവന്ന ശുഐബ് നബി അലൈഹിസ്സലാമിനെ പോലുള്ളവരുടെ ചരിത്രങ്ങളും ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞത് നമുക്ക് കാണാമല്ലോ. 26-ാം അധ്യായം സൂറത്തു ശുഅറാ. ആ സൂറത്തു ശുഅറാന്റെ 181 മുതൽ 184 കൂടിയ സൂക്തങ്ങൾ അവിടെ അല്ലാഹു തആല പറയുന്നത് കാണാം. ശുഐബ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയാൻ, ഔഫുൽ കൈല വലാ തകൂനൂ മിനൽ മുഖ്സിരീൻ, ഓ ജനങ്ങളെ, നിങ്ങൾ ആളുകൾക്ക് നഷ്ടമുണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടാതെ അളവ് പൂർത്തിയാക്കി കൊടുക്കുന്നവരാവണേ. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, കൃത്രിമമല്ലാത്ത തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കിക്കൊടുക്കണം ആളുകൾക്ക്. വലാ തബ്ഖസുന്നാസ അശ്യാഅഹും വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ, ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ നിങ്ങൾ കമ്മി വരുത്തരുത്, നാശകാരികളായിക്കൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കുകയും അരുത് എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം ഹൃദയസ്പർക്കായി അവരോട് പറഞ്ഞു. വത്തഖുല്ലദീ ഖലഖകും വൽ ജിബില്ലത്തൽ അവ്വലീൻ, നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വ തലമുറകളെയും സൃഷ്ടിച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. അതായത് ഇത്തരത്തിലുള്ള താൽക്കാലിക ലാഭങ്ങളിൽ അഭിരമിച്ച് അരുതായ്മകൾ ചെയ്യാൻ ഉള്ള ചിന്ത മനുഷ്യൻ ഉണ്ടാകുന്നതും അവനതിന് ധൈര്യം ലഭിക്കുന്നതും എല്ലാം നിരീക്ഷിക്കുന്ന അവന്റെ കോടതിയിൽ വിചാരണക്ക് ഹാജരാക്കപ്പെടേണ്ട അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മയാണ്.
അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക, അവരെന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. അപ്പൊ ശുഐബ് നബി അലൈഹിസ്സലാം ഇவ்விதം സംസാരിച്ചു. ബഹുമാനപ്പെട്ട 55-ാം അധ്യായം സൂറത്തുർ റഹ്മാൻ, ആ സൂറത്തുർ റഹ്മാന്റെ 7 മുതൽ 9 കൂടിയ സൂക്തങ്ങളിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാമല്ലോ, വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തുലാസ് എന്നൊരു സംവിധാനം, അതായത് ശരിയാവണ്ണം കാര്യങ്ങൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അളക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്, തൂക്കിക്കൊടുക്കുന്ന നേരത്ത് ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനമായി തുലാസ് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു തുലാസ് ശരിയായി കാര്യങ്ങൾ നടക്കാനാണ് സംവിധാനിച്ചത്. അവിടെ അല്ലാത്ത തഖൗഫിൽ മീസാൻ, ആ തുലാസിൽ നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അതായത് ആ തുലാസിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ച് നിങ്ങൾ ജനങ്ങളെ പറ്റിക്കരുത്. വാഖീമുൽ വസ്ന ബിൽ ഖിസ്ത്, തൂക്കുന്നിടത്ത് നിങ്ങൾ വളരെ മാന്യമായി നീതിയോടുകൂടെ ശരിയായ വിധത്തിലുള്ള തൂക്കം തന്നെ നിലനിർത്തണം. വലാ തുഖ്സിറുൽ മീസാൻ, തുലാസുൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറവ് വരുത്തിയിട്ട് ആളുകളെ പറ്റിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറഞ്ഞത് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 6-ാം അധ്യായം അതിന്റെ 152-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അളവിലും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമം കാണിക്കരുത്, നിങ്ങൾ കുറവ് വരുത്തരുത് എന്ന കാര്യം വിശദീകരിച്ച് കാണാം. വൗഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവും തൂക്കമൊക്കെ നിങ്ങൾ നീതിയോടുകൂടെ ശരിയായ വിധത്തിൽ പൂർത്തിയാക്കി കൊടുക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്തുൽ മുത്തഫിഫീൻ അതിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസുന ലിയൗമിൻ അളീം, മഹത്തായ ദിവസത്തിലേക്ക് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്ന് അവർ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ച ആ ഒരു മനസ്സ് തട്ടുന്ന ഒരു ചോദ്യമല്ലേ. ആ ചോദ്യം മാത്രം മതി വാസ്തവത്തിൽ നമ്മളെ നന്നാക്കാൻ. ഇങ്ങനെ ഈ ദുനിയാവിന്റെ നക്കാപ്പിച്ച എന്തെങ്കിലുമൊക്കെ ചെറിയ ലാഭങ്ങൾ ഒരു പക്ഷേ നമുക്കുണ്ടായേക്കാം. അളത്തത്തിലും തൂക്കത്തിലും കുറവ് വരുത്തി ഉപഭോക്താക്കളെ വഞ്ചിച്ച് അത്തരം വഞ്ചനയുടേതായിട്ടുള്ള ചതിയുടേതായിട്ടുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ നാൾക്കുനാൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മുൻകാലം മുതൽ ഇങ്ങോട്ട് പ്രവാചകന്മാരും സമുദ്ധാരണ പ്രവർത്തകന്മാരും ഒക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച ആ ഉത്ബോധനത്തിന്റെ ആകത്തുക നമ്മൾ നിരന്തരം ഉൾക്കൊണ്ടുകൊണ്ടും നിരന്തരം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടും ജീവിക്കേണ്ട അനിവാര്യ ഘട്ടങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു സൂറത്തുൽ മുത്തഫിഫൂൻ എന്ന് പറയുന്ന ആ അധ്യായം വിശദീകരിച്ചിടത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വളരെ വിശാലമായ ഒരു ചർച്ച തന്നെ മഹാനവറുകൾ നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ തുടങ്ങുകയും അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസുന ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, അല്ലാഹുവിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം എന്ന് പറയുന്ന ആ ഭാഗം പാരായണം ചെയ്തെത്തിയപ്പോൾ മഹാനവറുകൾ ബോധരഹിതരായി വീഴുകയും ചെയ്തു എന്ന് ചരിത്രം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ട് മഹാനരായ ഇവര് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ആ ദിനത്തിൽ ജനങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ അവരിൽ ഞെരിയാണി വരെ വിയർപ്പുള്ളവരും മുട്ടുവരെ വിയർപ്പ് എത്തിയവരും അരവരെയും അതുപോലെ തന്നെ നെഞ്ചുവരെയും ഒക്കെ വിയർപ്പിൽ കുളിച്ചവരും അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ചെവി വരെ വിയർപ്പ് മൂടിയവരും തവള വെള്ളത്തിൽ മുങ്ങുന്നത് പോലെ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരും ഉണ്ടാകും അവിടെ. അതാണ് ആ ദിവസം. യൗമുൻ അളീം എന്ന് പറഞ്ഞത് അതാണ്. ആളുകൾ തെറ്റിന്റെ തോതനുസരിച്ച് വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിക്കേണ്ട അതിദയനീയമായിട്ടുള്ള അവസ്ഥ വരുമ്പോ അന്ന് അവിടെ ഈ ഒരു ദുനിയാവിൽ കുറഞ്ഞ കാലത്തെ ജീവിതത്തിന് വേണ്ടി ഇത്തരം നക്കാപ്പിച്ചകളുടെ പിന്നാലെ സഞ്ചരിക്കുകയും ജനങ്ങളെ വഞ്ചിച്ചും അവരിൽ നിന്ന് അർഹതയില്ലാത്തത് നമ്മൾ തട്ടിയെടുത്തുമൊക്കെ ജീവിതം കഴിച്ചുകൂട്ടിയവരൊക്കെ വല്ലാതെ വിഷമത്തിലായി പോകുന്ന ഘട്ടം വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി ചിന്തിക്കണം. അള്ളാഹുവിന്റെ നിർദ്ദേശം വൗഫൂ ബിൽ കൈല ഇദാ കിൽതും, നിങ്ങൾ അളന്നു കൊടുക്കുമ്പോൾ അളവ് പൂർത്തിയാക്കണം. വസുനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം,
നിങ്ങൾ ശരിയായ തുലാസ് കൊണ്ട് തൂക്കുകയും വേണം. ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നേടിത്തരുന്നത്. വഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനവും അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പരലോകത്ത് കുടുങ്ങാതിരിക്കും. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.